ഹലോ ഫ്രണ്ട്സ്, ഇത് അനിത എന്ന കഥയുടെ 5ാം ഭാഗമാണ് കേട്ടോ. അപ്പം എല്ലാവരും കഥ കേൾക്കുക. കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ദിവസം രാത്രിയിൽ അനിത ചേച്ചിയുമായിട്ട് പുറത്തു പോകാമെന്ന് ഞാൻ പ്രോമിസ് ചെയ്തിരുന്നു. അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല, അനിത ചേച്ചിയുടെ ആ ഒരു മൈൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ അടുക്കളയിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ വിയർത്ത് കുളിച്ച ആ ഒരു കുപ്പായം അണിഞ്ഞ് അവിടെ നിൽക്കുകയായിരുന്നു അനിത ചേച്ചി. ഞാൻ പെട്ടെന്ന് അവിടേക്ക് ചെന്നിട്ട് അനുചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഇങ്ങനെ നിന്നാ മതിയോ, പോവണ്ടേ? പെട്ടെന്ന് അനുചേച്ചി ആ നിമിഷം ഞാൻ പറയുമ്പോൾ എന്നോടായിട്ട് തന്നെ പറഞ്ഞു, എടാ അവരൊന്ന് പോയി കിടന്ന് ഉറങ്ങിക്കോട്ടെ, എന്നിട്ട് പോകാം, അല്ലെന്നുണ്ടെങ്കിൽ പണിയാവും എന്ന് പറയുമ്പോൾ ഞാൻ അനുജ ചേച്ചിയുടെ അമ്മായിമ്മയെ നോക്കി. തള്ളെ അവിടെ എല്ലാം കറങ്ങി നടക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അതൊരു പണിയാണ് എന്ന് തന്നെ എനിക്ക് മനസ്സിലായി. സമയം ഒരു 8 മണി കഴിഞ്ഞപ്പോൾ തന്നെ അമ്മായിയമ്മ നേരെ ഭക്ഷണം കഴിക്കാനായി അവിടെ പോയി. അത്താഴവിരുന്നാണ്, അതുകൊണ്ട് തന്നെ അമ്മായിയമ്മയാണെന്നുണ്ടെങ്കിൽ ഓരോന്നോരോന്നും തട്ടിവിട്ടു. ശേഷം എല്ലാം കഴിഞ്ഞ് നേരെ കട്ടിലേക്ക് പോയി കൂർക്കം വലിച്ചൊരു ഉറക്കം. അത് കേട്ട സമയത്താണെന്നുണ്ടെങ്കിൽ അനുസരിച്ച് ഒന്ന് ചിരിച്ചു. ഞാൻ പറഞ്ഞു, ആളുതേ കിടന്നുറങ്ങിയിട്ടുണ്ട്, നമുക്ക് പോയാലോ? പെട്ടെന്ന് അനുസരിച്ച് പറഞ്ഞു, എടാ ഇതുപോലെ പണിയോ ആവുമോ, പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുമോ? ഞാൻ അനന്ത് ചേച്ചിയെ ഒന്നുകൂടെ മോട്ടിവേറ്റ് ചെയ്തു. ചേച്ചി ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കാനേ പറ്റത്തുള്ളൂ. വേഗം പോയി റെഡിയായിട്ട് വാ, ചേച്ചിക്ക് ഇതൊന്നും എൻജോയ് ചെയ്യാനുള്ള ഭാഗ്യമില്ല എന്നേ ഞാൻ കരുതത്തുള്ളൂ കേട്ടോ, പിന്നെ പേടിത്തുറിയാണ് ചേച്ചി എന്ന് പറയുമ്പോൾ അനന്ത് ചേച്ചി പതുക്കെ എഴുന്നേറ്റു. ശേഷം നേരെ ഒറ്റ നടത്താം, പെട്ടെന്ന് റെഡിയായിട്ട് വരണേ ചേച്ചി എന്ന് ഞാൻ വീണ്ടും വിളിച്ചു പറഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അനന്ത് ചേച്ചി അകത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. മുറിയുടെ വാതിലിൻ്റെ അരികിൽ നിന്നിട്ട് അനുചേച്ചി വിളിച്ചു പറഞ്ഞു, എടാ ഞാനാകെ മുഷിഞ്ഞിരിക്കുക, ഒന്ന് മേലൊക്കെ ഒന്ന് കഴുകി പിന്നെ ഒന്ന് റെഡിയായിട്ട് വരാം എന്ന് പറയുമ്പോൾ അനുചേച്ചി അടുത്ത് ഞാൻ വീണ്ടും പറഞ്ഞു, ആ ഡ്രസ്സ് തന്നെ എടുക്കണം കേട്ടോ, ആ വെസ്റ്റേൺ ആയിട്ടുള്ളത് അതിട്ടുകൊണ്ട് പോയാൽ മതി എന്ന് അനുചേച്ചിയോട് പറയുന്ന സമയത്ത് അനുചേച്ചി പറഞ്ഞു, എടാ അത് വേണ്ട, ഞാൻ സാരി എടുത്തോളാം. പെട്ടെന്ന് എന്നാൽ പിന്നെ അനുചേച്ചിയുടെ അഭിപ്രായം പോലെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് സാരി എടുത്തുകൊണ്ട് വരാൻ ഞാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അന്ന് ചേച്ചി സാരി എടുത്തുകൊണ്ട് അവിടേക്ക് വരുന്നു. അത് കണ്ടതും ഞാൻ തന്നെ പറഞ്ഞു, ചേച്ചിയുടെ സെലക്ഷൻ നല്ല സൂപ്പറാണ്, സാരി ഉടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് ചേച്ചി കാണാൻ, എന്തോ ഒരു ഐശ്വര്യ ദേവത പോലെ, നീ കളിയാക്കൊന്നും വേണ്ട, വാ നമുക്ക് പോയിട്ട് വരാം എന്നും പറഞ്ഞ് അനുചേച്ചി എൻ്റെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് വലിച്ചു. അനുചേച്ചി വിളിച്ച സമയത്ത് തന്നെ ഞാനും അതിൻ്റെ കൂടെ പോയി. പെട്ടെന്ന് അവിടെല്ലാം മുറിയും കാര്യങ്ങളൊക്കെ അടച്ച് ഒന്ന് ലോക്കായിട്ടിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അങ്ങനെ പകുതി എത്തിയ സമയത്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു കാറ്റും പിന്നെ പൊടിമഴയൊക്കെ ഉണ്ട്. അതൊക്കെ തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ അനിത ചേച്ചിയെ ഒന്ന് നോക്കി. ചേച്ചിയാണെങ്കിൽ ആ സാരിത്തുമ്പ് തലയിലൂടെ പുതച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ മഴത്തുള്ളികൾ വീഴുന്നത് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. പെട്ടെന്ന് മഴത്തുള്ളികളെല്ലാം ചേച്ചിയുടെ മുഖത്ത് വന്ന് തട്ടിത്തെറിച്ച് അത് തിളങ്ങുന്നുണ്ടായിരുന്നു. ചേച്ചി വല്ലാണ്ട് നനയുന്നുണ്ടല്ലോ, നമുക്ക് തിരിച്ചു പോയാലോ? ഞാനത് ചോദിക്കുന്ന സമയത്ത് അന്ന് ചേച്ചി എന്നെ നോക്കിയിട്ടൊന്ന് പറഞ്ഞു, ഇല്ലടാ, ഈ രാത്രിയിൽ ഇങ്ങനെ മഴയത്ത് നടക്കാൻ നല്ല സുഖമാണ്, പക്ഷേ ഈ വഴിയിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇത്രയും വഴുക്കലുണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. ചേച്ചി പതുക്കെ പതുക്കെ നടന്നുകൊണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. ചേച്ചി ഇവിടുത്തെ സാരിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നടത്തത്തിന് ചെറിയ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞതായിരുന്നു, ഈ വെസ്റ്റേൺ വല്ലതും ഇട്ടുകൊണ്ട് വന്നാൽ മതി, സാരി ഒന്നും എടുത്തുകൊണ്ട് വരണ്ട എന്ന്. പക്ഷേ ചേച്ചിയാണ് ഇങ്ങനെയുള്ള അബദ്ധം കാണിച്ചത്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നോക്കിയേ, ഓരോ വട്ടം ചേച്ചി കാലുയർത്തി വെക്കുന്ന സമയത്തും സാരി ഇങ്ങനെ തട്ടി പോകുന്നുണ്ട്. അത് ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ആ നിമിഷം ചേച്ചി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിറകെ ഓടിച്ചെന്ന് കയ്യിൽ പിടിച്ചു. ഇനിയിപ്പോൾ എന്നെ കയ്യിൽ പിടിച്ചുള്ളൂ, പിന്നെ ഞാനുണ്ടല്ലോ, പേടിക്കണ്ട ചേച്ചിട്ടോ എന്ന് മാത്രം ഞാൻ പറഞ്ഞു. ഞാൻ കൈ പിടിച്ച സമയത്ത് തന്നെ ചേച്ചിക്കിട്ടത് ആശ്വാസമായി. ഞാൻ ഉണ്ടെന്നുള്ള ധൈര്യം ഉണ്ടല്ലോ. അപ്പൊ തന്നെ അനുചേച്ചിൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഉണ്ടെന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ ഇറങ്ങി തിരിച്ചത്, നീ ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടുപോയനെ കേട്ടല്ലോ, ഞാൻ ഇറങ്ങത്തേയില്ല. അതുകൂടെ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വലിയ തോർത്തെടുത്ത് ചേച്ചി ഒന്ന് പുതപ്പിച്ചു. ഇത് വേണ്ട കുട്ടാ, നിനക്ക് തണുക്കത്തില്ലേ? അത് ചോദിക്കുന്ന സമയത്ത് ഞാൻ അനുചേച്ചിയെ നോക്കി. ചേച്ചി എന്നെ അത് വെച്ചോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ചേച്ചി തോർത്തൊന്നുകൂടെ ഒന്ന് മുറുക്കി പുതച്ചു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ
നല്ല രാത്രിയായിരുന്നല്ലോ. കുന്നിൻ മുകളിലെ ആ പാറപ്പുറത്തെത്തിയ സമയത്താണെന്നുണ്ടെങ്കിൽ താഴെ ആ ഒരു സ്ട്രീറ്റ് ലൈറ്റിന്റെ ആ ഒരു ആമ്പലൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മലയുടെ മുകളിൽ ആ പാറപ്പുറത്ത് ചെന്നിരുന്നു. ഞങ്ങളുടെ ഇരുത്തത്തിൽ തന്നെ നല്ലൊരു ചന്തമുണ്ടായിരുന്നു. ഞാനും അനുചേച്ചിയും മാത്രമായിട്ട് മലയുടെ മുകളിൽ ആ പാറപ്പുറത്ത് ഇങ്ങനെ കുത്തിയിരിക്കുന്നു. ആ നിമിഷം ഇരിക്കുന്ന സമയത്തും പരസ്പരം ഒന്നും മിണ്ടാതെ അങ്ങനെ ഓരോ കാര്യങ്ങൾ കൈമാറുന്നത് പോലെ. അങ്ങനെ ആ പാറപ്പുറത്തിരിക്കുന്ന സമയത്ത് അനുചേച്ചിയോട് ഞാൻ പറഞ്ഞു, എങ്ങനെയുണ്ട് ചേച്ചി? പെട്ടെന്ന് അനുചേച്ചി എൻ്റെ തൊട്ടരികിലിരിക്കായിരുന്നു. അനുചേച്ചി അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ പെട്ടെന്ന് കുറച്ചുകൂടി ചേർന്നിരുന്നു. പെട്ടെന്ന് അനുചേച്ചിയുടെ കയ്യിൽ ഒരു നുള്ളു വെച്ച് കൊടുത്ത സമയത്താണ് ഒരു സ്വപ്ന ലോകത്തുനിന്ന് ഉണർന്നത് പോലെ ചേച്ചി എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. ഞാൻ എന്തായി ആലോചിക്കുന്നത്, എങ്ങനെയുണ്ട് ട്രിപ്പും കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുമ്പോൾ അനുചേച്ചി എന്നെ പറഞ്ഞു, സൂപ്പർ. ഞാൻ ഇത്രയും കാലം ഇങ്ങനെയൊക്കെയാണ് ആഗ്രഹിച്ചത്, രാത്രിയിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകണം. പക്ഷേ അങ്ങനെ ആരും അത് സാധിച്ചു തന്നില്ല. ഇപ്പോഴാണ് അതൊക്കെ കിട്ടി തുടങ്ങിയത് എന്ന് അനുചേച്ചി പറയുന്ന സമയത്ത് ഞാൻ വന്നതുകൊണ്ടല്ലേ എല്ലാം സെറ്റാവുന്നത് എന്ന് പറഞ്ഞ് അനുചേച്ചി ഞാൻ സമാധാനിപ്പിച്ചു. അപ്പം തന്നെ അനുചേച്ചി മേളോട്ട് നോക്കി നിൽക്കുകയായിരുന്നു. ഞാൻ കുറച്ചുകൂടെ അടുത്തേക്ക് ചെന്ന് നിന്നു. ഇപ്പം എങ്ങനെയുണ്ട്, എല്ലാം അടിപൊളിയല്ലേ എന്ന് പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അനുചേച്ചി പറഞ്ഞു, സൂപ്പർടാ. നമ്മുടെ നാടിനടുത്ത് തന്നെ, അതും നമ്മുടെ വീടിനടുത്ത് തന്നെ ഇത്രയും നല്ലൊരു പ്ലേസ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോടാ. അതൊക്കെ വല്ലപ്പോഴൊന്നും പുറത്തേക്കൊക്കെ ഇറങ്ങണം, അല്ലെന്നുണ്ടെങ്കിൽ ഇതൊന്നും കാണാൻ പറ്റില്ല എന്ന് അനുചേച്ചിയോട് ഞാൻ ഓപ്പണായിട്ട് തന്നെ പറഞ്ഞു. ഈ പാറപ്പുറത്ത് ഇങ്ങനെ കിടക്കുന്നത് നല്ല സുഖമാണ് ചേച്ചി. ഞാൻ പണ്ട് ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. പെട്ടെന്ന് അനുചേച്ചി ഒരു മിന്നായം പോലെ എന്നെ നോക്കി, ആരുടെ കൂടെ ഒന്ന് വന്നേ, രാത്രിയിലാണോ വന്നേ എന്നൊക്കെ അനുചേച്ചി വീണ്ടും ചോദിക്കാൻ തുടങ്ങി. ആ ചേച്ചി ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിവിടെ ആയിരുന്നു ആ സമയത്ത്. പെട്ടെന്ന് അനുചേച്ചി വീണ്ടും സംശയം തോന്നി. ഏത് ഫ്രണ്ട്സ്, ബോയ് ഫ്രണ്ട്സോ അതോ ഗേൾസ് ഫ്രണ്ട്സോ? വീണ്ടും ചോദിക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ ഒരു പുഞ്ചിരിയോട് പറഞ്ഞു, ബോയ്സും ഉണ്ടായിരുന്നു ഗേൾസും ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ ഒരു ടൂർ പോലെ ഇങ്ങനെ വന്നതാണ്. കുറച്ച് സമയം ഇവിടെ ഇങ്ങനെ നിന്നു, പിന്നെ തിരിച്ചു പോയി, അത്രേ ഉണ്ടായിരുന്നു ചേച്ചി. ഉവ്വ നിന്നെ എനിക്കറിയാലോ എന്ന് മാത്രം അനുചേച്ചി തിരിച്ച് മറുപടി പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ സംസാരത്തിനിടയിലാണെങ്കിൽ അനുചേച്ചി എൻ്റെ അടുത്തായി പറഞ്ഞു, എടാ എനിക്ക് കാല് നന്നായിട്ട് വേദനിക്കുന്നുണ്ട്, പിന്നെ നടുവ് നിലയൊന്ന് വെട്ടിയതല്ലേ, ഇപ്പം മല കയറിയ സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെയും നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. അയ്യോ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ താഴെ അനുചേച്ചിയിരിക്കുന്ന പാറയുടെ താഴെയായിട്ട് ചെറിയൊരു പാറയിറപ്പുണ്ട്. ഞാൻ അവിടെ ഇരുന്നിട്ട് നോക്കി. കാലിൻ്റെ വിരൽത്തുമ്പുകളിലാണെന്നുണ്ടെങ്കിൽ നല്ല വേദനയുണ്ടെന്ന് അനുചേച്ചി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കാലിൻ്റെ വിരൽ ഞാൻ പിടിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് തടവി. അപ്പോൾ തന്നെ അനുചേച്ചിയോട് ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് ചേച്ചി, ഓക്കെ ആണോ? ആ നല്ല വേദനിക്കുന്നുണ്ടാ, ആ നടന്നു വന്നതിൻ്റെയാണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ മെല്ലെ ഒന്ന് തിരുമ്മിത്തരാം, ഒന്ന് സെറ്റാവാൻ മതി എന്ന് പറഞ്ഞിട്ട് അനുചേച്ചിയുടെ കാലുകളിലാണെങ്കിൽ ഞാൻ മെല്ലെ മെല്ലെ തിരുമ്മാൻ തുടങ്ങി. അനുചേച്ചി ഇപ്പം വേദനയുണ്ടോ എന്ന് ചോദിച്ച് ഞാൻ കാല് നന്നായിട്ടൊന്ന് തിരുമ്മി. ശേഷം അനുചേച്ചിയുടെ വീണ്ടും മുഖത്തേക്ക് നോക്കി, എങ്ങനെയുണ്ട്, വേദനയുണ്ടോ? ആ നല്ല വേദനയുണ്ടടാ, എന്തോ കൊത്തിക്കൊള്ളുന്ന പോലെ. അപ്പോൾ തന്നെ അനുചേച്ചിയുടെ കാല് ഞാൻ എൻ്റെ ഇടത് കൈയിലെടുത്ത് വെച്ചു. ശേഷം വലത് കൈ കൊണ്ട് ഞാൻ പതുക്കെ പതുക്കെ തിരുമ്മാൻ തുടങ്ങി. ആ സമയത്ത് അനുചേച്ചി ഞാൻ തിരുമുന്നത് നോക്കി നിന്ന് പോയി. മെല്ലെ മെല്ലെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ വിരലുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒടിച്ച് മെല്ലെ ആ ഒരു വേദനയെല്ലാം മാറ്റുന്ന രീതിയിൽ ഒന്ന് തിരുമാൻ തുടങ്ങിയപ്പം അനുചേച്ചി പറഞ്ഞു, ആ ഇപ്പം നല്ല ഒരു ഫീലുണ്ട്, കുഴപ്പമില്ലാത്തൊരവസ്ഥ എന്നിങ്ങനെ പറഞ്ഞു. വേദന പോകുന്നുണ്ടോ ചേച്ചി? ആ വേദന പോകുന്നുണ്ടാ, ചെറിയ വേദന ഇപ്പോൾ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതേ രീതി തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു. നിനക്ക് നന്നായിട്ട് ചെയ്യാൻ അറിയാട്ടോ എന്ന് അനുചേച്ചി പാറപ്പുറത്ത് എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ആ സമയത്ത് ഞാനൊരു പുഞ്ചിരിയോടുകൂടി മെല്ലെ മെല്ലെ ആ കാലുകൾ തിരുമുന്നുണ്ടായിരുന്നു. ആ നന്നായിട്ടുണ്ട് എന്ന് മാത്രം അനുചേച്ചി ആ സമയത്ത് വിളിച്ചു പറയുകയും ചെയ്തു. ഞാൻ പതുക്കെ കാലുകൾ നല്ല രീതിയിൽ മസാജ് ചെയ്തു. കാലിൻ്റെ വെള്ള, കാലിൻ്റെ ഉപ്പൂറ്റി, പിന്നെ കാലിൻ്റെ ചുവട്, അതെല്ലാം ഒന്ന് തള്ളവിരൽ കൊണ്ടും 2 വിരൽ കൊണ്ടും തന്നെ നന്നായിട്ടൊന്ന് ഞെക്കി തിരുമ്മി. അപ്പം തന്നെ അനുചേച്ചിക്ക് നന്നായിട്ട് വേദനിച്ചു എന്ന് തോന്നിയെങ്കിലും പക്ഷേ പെട്ടെന്ന് തന്നെ എല്ലാം മാറുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഇതെല്ലാം ഓക്കെയാണോ ചേച്ചി, നല്ല വേദനയെല്ലാം മാറുന്നുണ്ടല്ലേ എന്ന് പറഞ്ഞു. ആടാ, ഇപ്പം കാലിൻ്റെ വേദനയും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് നീ പിടിച്ചു കഴിഞ്ഞപ്പം നടുവിന് വേദനയുണ്ട്, അതാണെന്നുണ്ടെങ്കിൽ നേരത്തെ വെട്ടിയതല്ലേ
ചേച്ചി അത് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, അയ്യോ ചേച്ചി, നമ്മളാണെന്നുണ്ടെങ്കിൽ ആ കുഴമ്പെന്തെങ്കിലും എടുത്തു വെക്കണ്ടായിരുന്നു. കുഴമ്പില്ലാത്തതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടല്ലേ ചേച്ചിക്ക്. ഈ ഒരു കാര്യത്തിൻ്റെ കാര്യം ഞാനും മറന്നുപോയി എന്ന് പറഞ്ഞ് ചേച്ചിയുടെ പറയുന്ന സമയത്ത്, നടു നന്നായിട്ടൊന്ന് തിരുമ്മിയാൽ മതി എന്ന് പറഞ്ഞ് ചേച്ചി നടുവെച്ച് തിരുമുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നി നല്ല വേദന ഉണ്ടായിരിക്കും ചേച്ചിക്ക്, പാവം എത്രയാ മല കയറി വന്നേ എന്ന് വിചാരിച്ച് ഞാൻ ചേച്ചിയെ താഴേക്കിറങ്ങി. അപ്പം ചേച്ചിയോട് ഞാൻ തന്നെ പറഞ്ഞു, ചേച്ചി ഒരു കാര്യം ചെയ്യും, ഒന്ന് കുനിയും നൂരിയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയേ, അതാകുമ്പം എല്ലാം ഒന്ന് ശരിയാവത്തില്ലേ. അപ്പം തന്നെ ചേച്ചി പറഞ്ഞു, എടാ എനിക്ക് കുനിയാനും നൂരാനും ഒന്നും വയ്യ, വേദനയുണ്ട് എന്ന് മാത്രം ചേച്ചി പറയുമ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഞാനൊന്ന് തിരുമ്മി നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ മെല്ലെ ഒന്ന് തിരുമ്മി കൊടുത്തു. ചേച്ചിക്കാണെന്നുണ്ടെങ്കിൽ ആ വേദനയുടെ ആഘാതം നന്നായിട്ടുണ്ടായിരുന്നു. പതുക്കെ നിന്നുകൊണ്ട് ഞാൻ ആ തിരുമ്മിക്കൊടുത്തതിന് ശേഷം ചേച്ചിയെടുത്ത് പറഞ്ഞു, ചെറിയ രീതിയിൽ ഒന്ന് അനങ്ങിയും കുനിങ്ങിയൊക്കെ ചെയ്യും എന്ന് പറഞ്ഞ് ഇപ്പം ചേച്ചി അവിടെ എല്ലാം ഒന്ന് നടന്നു നോക്കി. അപ്പം കുഴപ്പമില്ലടാ, ഞാൻ കുനിഞ്ഞു നൂരുന്നൊക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞ് ചേച്ചി എൻ്റെ മുന്നിൽ നിന്ന് തന്നെ കുനിയും നൂരുകയൊക്കെ ചെയ്തു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കളിത്തമാശ എന്ന പോലെ ചേച്ചിയെടുത്ത് പറഞ്ഞു, ചേച്ചി ആ കിടക്കുന്ന കല്ലുകളൊക്കെ ഇങ്ങനെ പറക്കിയിട്ട് താഴേക്ക് എറിഞ്ഞാൽ മതി, അതാകുമ്പം ഒരു എക്സസൈസ് ആവുമല്ലോ എന്ന് പറയുമ്പോൾ ചേച്ചി പറഞ്ഞു, നീ പറഞ്ഞ ഐഡിയ നല്ലതാണ്, ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറയുമ്പോൾ ഓരോ കല്ലുകളും പറക്കി ചേച്ചി താഴേക്ക് എറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാനും കൂടെ കൂടി, വാ നമുക്ക് ഒരുമിച്ചെറിയാം എന്ന് പറഞ്ഞിട്ട് ഞാനും ചേച്ചിയുടെ അങ്ങനെ ഓരോ കല്ലുകളും എറിയാൻ തുടങ്ങി. ഒരു സമയം അത് താഴേക്ക് വീഴുന്നത് കാണാൻ നല്ല ചേരുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ ചേച്ചിയെടുത്ത് പറഞ്ഞു, അതേ സമയം ഇപ്പോൾ ഒരുപാടായി, ഇങ്ങനെ നിന്നാൽ മതിയോ, നമുക്ക് വീട്ടിൽ പോകണ്ടേ, ഇനി മഴയും ചാറ്റിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് മുഴുവൻ നനഞ്ഞിട്ട് പോകേണ്ടി വരും കേട്ടോ എന്ന് ചേച്ചിയെടുത്ത് പറയുമ്പോൾ ചേച്ചിക്ക് ഒരു കുലുക്കമില്ലായിരുന്നു. കാരണം കുറേ നാള് ഒരു പക്ഷിയെ പോലെ കൂട്ടിൽ കിടന്നിട്ട് പെട്ടെന്ന് അഴിച്ചു വിടുമ്പോൾ കിടന്ന ഒരു ഫ്രീഡവും ലൈസൻസും അതെല്ലാമായിരുന്നു ചേച്ചിയുടെ മുഖത്ത്. ആ സമയത്ത് ഞാൻ വിളിക്കുന്നതോ അല്ലെങ്കിൽ ഞാൻ പറയുന്നതോ ഒന്ന് കൂസലാക്കുന്നത് പോലുമില്ല. ശരിക്കും എനിക്ക് അതെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ചേച്ചിയെ പോലെ ഒരാൾ. കാരണം അങ്ങനെ ഒരാൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നതും നല്ലത് തന്നെയാണ്. പുറത്തു പോകുന്നതും ഒന്ന് എൻജോയ് ചെയ്യുന്നതും. നമ്മുടെ നാട്ടിലാണെങ്കിൽ ശരി തന്നെ ആർക്കും പുറത്തു പോകാനുള്ള സ്വാതന്ത്ര്യ കാര്യങ്ങളോ രാത്രിയിലുണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു കൂട്ടത്തിൽപ്പെട്ടായിരുന്നു ചേച്ചിയും. അതിൽ നിന്ന് ചേച്ചിയെ ഒരുപാട് മാറ്റിയെടുക്കണം എന്ന് എനിക്ക് തന്നെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ ചേച്ചിയെ ഈ രാത്രികളെല്ലാം ഈ മലയുടെ മുകളിൽ കൊണ്ടുവന്നതും ഇതെല്ലാം കാഴ്ചകളെല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കുന്നതും പിന്നെ ഓരോ കിളികളുടെയും ഓരോ ശബ്ദത്തിൻ്റെയും അതെല്ലാം അനുഭവിപ്പിക്കാൻ എനിക്ക് കൊതി തോന്നിയത് കൊണ്ട് മാത്രമാണ് ചേച്ചിയെ ഞാൻ അവിടെ പിടിച്ചു നിർത്തിയതും. ശരിക്കും ചേച്ചി അതെല്ലാം എൻജോയ് ചെയ്യുന്നു എന്ന് കാണുന്ന സമയത്ത് എനിക്കാണെന്നുണ്ടെങ്കിലും മനസ്സിൽ ഇങ്ങനെ ഒരു ലഡു പൊട്ടിയ ഫീലായിരുന്നു. ഞാൻ ചേച്ചിയെടുത്ത് പെട്ടെന്ന് തന്നെ പറഞ്ഞു, ചേച്ചി ഇങ്ങനെയൊക്കെ ഓടി നടക്കുമ്പോഴൊക്കെ എനിക്ക് നല്ല ഫീലാണ് തോന്നുന്നത്, ഒരു സന്തോഷവും ഒരു ഉന്മേഷവും ഒക്കെ എനിക്ക് മനസ്സിൽ തോന്നുന്നുണ്ട് എന്ന് തന്നെ ഞാൻ ചേച്ചിയെടുത്ത് പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം കൂടെ ഞാനും ചേച്ചിയും ആ ഒരു പാറപ്പുറത്ത് തന്നെ ഇരുന്നു. പതുക്കെ ചേച്ചി തല പാറമുകളിലേക്ക് വെച്ച് ചെറിയ രീതിയിൽ ഇങ്ങനെ കിടന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ചേച്ചി നിലാവിനെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ചേച്ചിയുടെ ആ കിടത്തം കണ്ട സമയത്ത് ഞാനെന്തിനാ ഇരിക്കുന്നേ എന്ന് വിചാരിച്ച് ഞാനും കിടന്നു. ആ ടൈമിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ നോക്കി ആ ഒരു നിലാവിനെ നോക്കി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു, എടാ എന്ത് രസമുണ്ടല്ലേ, നല്ല രസമുണ്ട് അവിടെ. അങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പതുക്കെ ചേച്ചിയും ഞാനും എഴുന്നേറ്റു. അതെ പോകണ്ടേ, കുറേ സമയമായില്ലേ, തള്ളേങ്ങൾ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നത് തന്നെ കേട്ടോ എന്ന് പറഞ്ഞ് ഞാൻ ചേച്ചിയെ പൊക്കി എഴുന്നേൽപ്പിച്ചു. അങ്ങനെ പതുക്കെ ഞാൻ ചേച്ചിയുമായിട്ട് മലയിറങ്ങാൻ തുടങ്ങിയ സമയത്ത് തന്നെ ചേച്ചി ഓരോ വിഷമങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഇതൊന്നും കാണാൻ പറ്റാത്ത, ഇതൊന്നും അനുഭവിക്കാൻ പറ്റാത്ത ആ ഒരു വിഷമങ്ങളെല്ലാം ചേച്ചി അങ്ങനെ പറയുന്ന സമയത്താണെങ്കിലും ചേച്ചിയുടെ നടുവിന് നല്ല വേദനയുണ്ടായിരുന്നു എനിക്ക് തോന്നി. ഇറങ്ങുമ്പോൾ നടുവിന് പിടിച്ചിട്ടാണ് ഇറങ്ങുന്നതൊക്കെ. അപ്പോൾ തന്നെ ഞാൻ അവിടേക്ക് ചെന്നു, ചേച്ചി ഓക്കെ അല്ലേ? അപ്പോൾ ചേച്ചി അന്നേരം തന്നെ പറഞ്ഞു, എടാ എനിക്ക് നടുവിനായിട്ടൊരു വേദനയൊക്കെ ഉണ്ട്, പിന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് മാത്രം പറഞ്ഞപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, ചേച്ചി ഞാൻ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാം, ചൂട് പിടിച്ച് തരികയോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് ചേച്ചി ഒന്ന് സമാധാനിപ്പിച്ചുകൊണ്ട് കൈ പിടിച്ചുകൊണ്ട് തന്നെ ഞാൻ മലയിൽ നിന്ന് താഴേക്ക് ഇറക്കി. കാരണം ആ സമയത്ത് എനിക്ക് അങ്ങനെ ചെയ്യാനാണ് തോന്നിയത്. അപ്പോൾ ചേച്ചിക്ക് ഒട്ടും വയ്യാതായപ്പോൾ ഞാൻ ചേർത്ത് പിടിച്ച് ചേച്ചിക്കൊപ്പം നടന്നു. കാരണം വേദന കൊണ്ടല്ലേ
എന്ന് വിചാരിച്ച് ഞാൻ താഴേക്ക് തന്നെ ഇറങ്ങി. മലയുടെ പകുതിയും താഴെ എത്തിയിട്ട് അനുസരിച്ച് ഒരു നിമിഷം എന്നെ നോക്കി. എന്നിട്ട് എന്നോടായിട്ട് തന്നെ പറഞ്ഞു, എടാ ഇപ്പം ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഈ ഒരു രാത്രിയും പിന്നെ ഈ ഒരു സാമീപ്യം എല്ലാം. അത് എത്ര പറഞ്ഞാലും എനിക്ക് മനസ്സിലാവില്ല, ഞാനതെങ്ങനെയാ പറഞ്ഞു തണ്ടേന്നും എനിക്കറിയില്ല എന്ന് അനുസരിച്ച് മാത്രം എൻ്റെ അടുത്ത് പറഞ്ഞു. ചേച്ചി എനിക്കെല്ലാം മനസ്സിലായി, ചേച്ചിക്ക് ഒരു കൂട്ടിലിരുന്ന കിളിയായിരുന്നു ചേച്ചിയെ ഞാൻ പുറത്തിറക്കി. അത് എൻ്റേതായ ഇഷ്ടങ്ങൾ കൊണ്ട് മാത്രമാണ് ചേച്ചി ഞാൻ ഇറക്കിയത്. അത് എനിക്ക് തോന്നിയത് കൊണ്ടും ചേച്ചി, അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് മാത്രം ഞാൻ വിടറിയ ആ ഒരു വാക്കുകളോടെ ചേച്ചിയെടുത്ത് പറഞ്ഞു. ഞാനത് പറയുന്ന സമയത്ത് അനുചേച്ചി എന്നെ നോക്കി ചിരിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങൾ രണ്ടുപേരും കൂടെ താഴേക്ക് ഇറങ്ങി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ നല്ല ഇരുട്ടായിരുന്നു. പിന്നെ ആ ടൈമിൽ ഒന്നും പറയും വേണ്ടല്ലോ, നല്ല ഇരുട്ട്, നല്ല കാഞ്ഞി പോവുകയായിരുന്നു ഞങ്ങൾ. അനുചേച്ചിക്ക് ഒരു പക്ഷേ തോന്നിയിട്ടുണ്ടാവാം ഈ മല കയറി അതായിരുന്നു അനുചേച്ചിയുടെ ഇതുവരെയുള്ളൊരു ജീവിതം. പക്ഷേ ഇപ്പോൾ മല ഇറങ്ങുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അനുചേച്ചിക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫീലും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മല കയറിയതുപോലെ ഇറങ്ങാം. അപ്പോൾ ഇറങ്ങുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇനിയുള്ള ഫ്യൂച്ചർ അനുചേച്ചി സങ്കല്പിച്ചിട്ടുണ്ടാവാം എന്ന് ഞാനൊരു നിമിഷം മനസ്സിൽ കരുതി. കുറച്ച് സമയം കൂടി ഞങ്ങൾ ആ കാഴ്ചകളെല്ലാം നോക്കി ശേഷം മലയിൽ നിന്ന് താഴേക്കിറങ്ങി. ഇറക്കമാണെങ്കിൽ കയറ്റത്തെക്കാട്ടിലും കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. പക്ഷേ മഴ പെയ്ത് കഴിഞ്ഞിട്ട് ആ മണ്ണാണെന്നുണ്ടെങ്കിൽ കുതിർന്ന് കിടക്കുന്നു. ഇടയ്ക്ക് കാലൊന്ന് വഴുന്നുണ്ട്. പെട്ടെന്ന് അനുചേച്ചി ഒന്ന് വഴിയ സമയത്ത് തന്നെ ഞാൻ അനുചേച്ചിയെ ഒന്ന് പിടിച്ചു നിർത്തി. ചേച്ചി വീഴല്ലേ കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ച് നടക്കണേ, എല്ലാം വഴുവഴുത് കിടക്കാണ് എന്തോ പോലെ എന്ന് തന്നെ ഞാൻ അനുചേച്ചിയെടുത്ത് പറഞ്ഞു. ചേച്ചി ഒരു കാര്യം ചെയ്യേ, എൻ്റെ തോളിൽ വേണമെങ്കിൽ ഒന്ന് പിടിച്ചോ, അതിനുശേഷം നടന്നാൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വഴുതി താഴോട്ട് വീണു പോവും എന്ന് തന്നെ ഞാൻ അനുചേച്ചിയെടുത്ത് പറഞ്ഞു. ആ നിമിഷം ഞാനത് പറയുന്ന സമയത്ത് അനുചേച്ചി എൻ്റെ തോളിൽ കൈയമർത്തി പതുക്കെ നടന്നു. ഞാനാണെന്നുണ്ടെങ്കിൽ എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും അനുചേച്ചി കൊടുക്കുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ അനുചേച്ചി ഒരുപാട് ഹാപ്പിയായിരുന്നു. ഞങ്ങൾ അങ്ങനെ നടക്കുന്നതിനിടയിൽ ചേച്ചിയുടെ മുടിയിലെ മുല്ലപ്പൂവിൻ്റെ ഗന്ധവും പിന്നെ മഴയുടെ ആ ഒരു മണവും രണ്ടും കൂടെ ഒരുമിച്ച് എൻ്റെ മൂക്കിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഞാൻ ആ ഗന്ധത്തെ ആസ്വദിക്കുന്നുണ്ട്. കാരണം പ്രകൃതിയും പിന്നെ ചേച്ചിയുടെ ആ മുല്ലപ്പൂവും കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു ഗന്ധം, അതാണ് ചിലപ്പോൾ അനുചേച്ചിയുടെ ഗന്ധം എന്ന് പറയാൻ പറ്റും. വീടിൻ്റെ ഉമ്മറത്തെത്തിയ സമയത്താണെന്നുണ്ടെങ്കിൽ അനുചേച്ചി ഒന്ന് നിന്നു. ശേഷം എൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് അനുചേച്ചി എന്തോ പറയാൻ വരുന്ന പോലെ, എടാ ഈ മല ഇറങ്ങിയതുപോലെ എൻ്റെ ജീവിതത്തിൽ അടിപൊളിയായിരിക്കല്ലേ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചിയുടെ ലൈഫ് ഇനി തൊട്ട് അടിപൊളിയായിരിക്കും, ഞാനില്ലേ കൂടെ എന്ന് പറയുമ്പോൾ അനുചേച്ചി ആ വീടിനുള്ളിലേക്ക് നോക്കി. തള്ള എഴുന്നേറ്റ് കാണുമോ, നമ്മളെന്തായാലും പോയത് അറിഞ്ഞിട്ടുണ്ടായിരിക്കോ. ഞാൻ പറഞ്ഞു, അതൊന്നും ഇനി ചേച്ചി കാര്യമാക്കണ്ട, ചേച്ചി നേരെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്, ചേച്ചിയുടെ ലൈഫ് അടിപൊളിയായിട്ട് വരട്ടെ എന്ന് തന്നെ ഞാൻ അനുചേച്ചിയോട് പറഞ്ഞു. മുറ്റത്തെ ആ ചെറിയ ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ചേച്ചിയുടെ മുഖം നന്നായിട്ട് കാണാമായിരുന്നു. ആ മഴത്തുള്ളികളാണെന്നുണ്ടെങ്കിൽ തിളങ്ങുന്നുണ്ടായിരുന്നു മുഖത്ത്. പിന്നെ ആ സമയത്ത് തണുപ്പ് കാരണം അനുചേച്ചിയുടെ ചുണ്ടുകൾ അത് നന്നായിട്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഞാനതങ്ങനെ നോക്കി നിന്ന് പോയി. അകത്തേക്ക് കയറിയ സമയത്ത് തന്നെ അനുചേച്ചി നേരെ അടുക്കളയിലേക്കാണ് പോയത്. ഞാനാണെങ്കിൽ ഉമ്മർത്തിരുന്ന് ആ സമയം എൻ്റെ മുടി ഒന്ന് തുവർത്തുന്നുണ്ടായിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റീൽ ഗ്ലാസ്സുമായിട്ട് ചേച്ചി അവിടേക്ക് വന്നു. അതിലാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ആവി പറക്കുന്നുണ്ടായിരുന്നു. എന്താണ് എന്നെനിക്ക് മനസ്സിലായില്ല. ദാ കുടിക്കേ, ഇത് നല്ല ചുക്കാപ്പിയാ, നിന്റെ തണുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് മാറട്ടെ, അല്ലെങ്കിൽ നാളെ പനി പിടിച്ച് കിടക്കേണ്ടി വരും എന്ന് പറഞ്ഞ് അനുചേച്ചി എനിക്ക് നേരെ നിർബന്ധിച്ചു. ചേച്ചി തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് പോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു കോട്ടൺ സാരി എടുത്ത് പുറത്തേക്ക് വന്നു. ആ ടൈമിൽ ഞാനങ്ങനെ നോക്കി നിന്ന് പോയി. പഴയ പോലെ ആഡംബരങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. പക്ഷേ ഒരു നല്ല സുന്ദരിക്കുട്ടി എന്ന പോലെ എൻ്റെ അടുത്ത് വന്നിരുന്നു അനുചേച്ചി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു കംഫർട്ട് ഫീലിംഗ് ആയിരുന്നു ആ ടൈമിലുണ്ടായിരുന്നത്. പുറത്താണെങ്കിൽ മഴ ശക്തമായിട്ട് പെയ്യുന്ന ആ ഒരു ദിവസമായിരുന്നു അത്. പുറത്തെ ഓടിൻ്റെ മുകളിലെല്ലാം മഴത്തുള്ളികൾ വീഴുന്ന ശബ്ദം എനിക്ക് ഇവിടെ ഇരുന്ന് കേൾക്കാമായിരുന്നു. അപ്പം തന്നെ അനുചേച്ചി എന്നെ ഒന്ന് നോക്കി. നല്ല മഴയാണല്ലോ മോനെ എന്ന് അനുചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു, ചേച്ചി ഇത് നല്ല മഴയായിരിക്കും, കാരണം ഇടവപ്പാതി തുടങ്ങുകയല്ലേ, അതിൻ്റെ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ചേച്ചി ഏതായാലും കിടക്കിടന്ന് ഉറങ്ങാൻ നോക്ക്, കുറേ നേരം ഓടിയതല്ലേ, ഞാനെന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് തരണോ ചേച്ചിക്ക്? ആടാ എനിക്ക് നല്ല നടുവേനയുണ്ട്, ഒന്ന് തിരുമ്മി തരണം എന്നെനിക്കുണ്ട്, പിന്നെ നിനക്ക് ബുദ്ധിമുട്ടാവില്ലേ എന്ന് അനുചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല ചേച്ചി, തിരുമ്മി തരണമെങ്കിൽ തിരുമ്മി തരാം, അല്ലെന്നുണ്ടെങ്കിൽ വേദന പോയില്ലല്ലോ,
ചേച്ചിക്ക് ആ ഒരു ബുദ്ധിമുട്ടും കണ്ട് അങ്ങനെ കിടക്കണ്ടല്ലോ എന്ന് അനുചേച്ചിയോട് ഞാൻ പറഞ്ഞു. അപ്പോൾ തന്നെ അനുചേച്ചി പറഞ്ഞു, എന്നാൽ പിന്നെ ഞാൻ ഒന്ന് കിടന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അനുചേച്ചി അകത്തേക്ക് പോയി. അപ്പോൾ ആ സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായി അനുചേച്ചിക്ക് നല്ല വേദനയുണ്ട്. ഞാൻ ആ മുറിവെണ്ണയുടെ ആ കുഴമ്പ് എടുത്തുകൊണ്ട് അനുചേച്ചിക്ക് പിന്നാലെ നടന്നു. ഈ ഒരു കഥയുടെ അടുത്ത ഭാഗം ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ കമൻസ് അത് ഇമ്പോർട്ടൻ്റ് ആണ്, അതും ചെയ്യണം കേട്ടോ. അപ്പം നമുക്കിനി വീണ്ടും കാണാം കേട്ടോ. ബൈ.